വലിയ സംഭവമാണിത്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണിത്. പരിശുദ്ധ ഖുർആൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഹബീബായ മുത്തുനബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അല്ലാഹുവിന്റെ പേരിലുള്ള ദിക്റുകൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ولو أن قرآنا سيرت به الجبال أو قطعت به الأرض أو كلم به الموتى بل لله الأمر جميعا. അതൊരു പക്ഷേ വലിയ വലിയ പർവ്വതങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു എന്ന് വരാം. ഖുർആൻ ഓതി മന്ത്രിച്ച് പല സംഭവങ്ങളും അത്ഭുതങ്ങളും ഇവിടെ ഉണ്ടാക്കാം. ഖുർആൻ വലിയ അത്ഭുത സംഭവമാണ്. ഖുർആനിന് വലിയ ശക്തിയുണ്ട്. ഖുർആനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശക്തി കൊടുത്തിട്ടുണ്ട്. കാരണം അത് അല്ലാഹുവിന്റെ കലാമാണ്. ഹബീബായ മുത്തുനബി തങ്ങൾക്ക് കൊടുത്ത മുഅ്ജിസത്താണ്. സഹോദരങ്ങളെ, ഖുർആൻ വലിയ അത്ഭുതമാണ്. അൽ ബഖറ പോലെയുള്ള സൂറത്തുകൾ, യാസീൻ പോലെയുള്ള സൂറത്തുകൾ വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സൂറത്തുകളാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ്, എനിക്കൊരു നടുവേദന ഉണ്ടായിരുന്നു. ഒരു പ്രഭാഷണത്തിൽ ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അൽ ബഖറ സൂറത്ത് ഓതിയാൽ സിഹ്ർ ബാത്തിലാകും. എനിക്കെന്റെ നടുവേദന ഒരുപാട് ചികിത്സിച്ചിട്ട് മാറിയില്ല. ഒരുപാട് വ്യായാമം ചെയ്തു, ഒരുപാട് ചികിത്സ നടത്തി, അതിലൊന്നും മാറ്റം വന്നില്ല. ഞാൻ ഇത് പരീക്ഷിച്ചു നോക്കി. 41 ദിവസം സൂറത്തുൽ ബഖറ ഞാൻ ഒറ്റക്ക് ഇരുന്നിട്ട് പാരായണം ചെയ്തു. സൂറത്തുൽ ബഖറ 2.5 ജുസിന്റെ അടുത്തുണ്ട്. 1.5 മണിക്കൂറോളം വേണം അത് ഓതി തീർക്കാൻ. സൂറത്തുൽ ബഖറ 41 ദിവസം ഇടവിടാതെ ഞാൻ ഓതി. എല്ലാ ദിവസവും അൽ ബഖറ ഓതിയിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുബ്തില സിഹ്റ എന്ന മലയാളത്തിൽ ഞാൻ ഇങ്ങനെ പറയും, ഈ സൂറത്തുൽ ബഖറ കൊണ്ട് എന്റെ സിഹ്ർ ബാത്തിലാക്കണേ, കണ്ണേറ് ബാത്തിലാക്കണേ, ഷഡങ്ങേറുകൾ ഉണ്ടെങ്കിൽ നീ മാറ്റിത്തരണേ റബ്ബേ എന്ന് സൂറത്തുൽ ബഖറയെ ഞാൻ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്യുമായിരുന്നു. 41 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഒരാളുമായിട്ട് ഒരു യുദ്ധം ചെയ്യുന്നത് പോലെ തോന്നുകയാണ്. കടന്നുറങ്ങി 41 ദിവസം കഴിഞ്ഞിട്ട് അയാൾ കടന്നുറങ്ങിയപ്പോ ആരോ വന്നിട്ട് അയാളെ ഉപദ്രവിക്കുന്നു. അയാളെ തടി മൊത്തം കെട്ടിയിട്ട് അയാളെ ഇടങ്ങേറാക്കുന്നു. അയാൾ കയ്യും കാലും നീട്ടിയിട്ട് അത് പൊട്ടിക്കുന്നു. അവസാനം ആ കെട്ട് പൊട്ടുന്നു. പിറ്റേന്ന് രാവിലെ മുതൽ അയാൾക്ക് നടുവേദനയില്ല. പിന്നെ ആരും പറയണ്ട, ആരും ക്ലാസ് എടുക്കണ്ട, ആരും വയത് പറയണ്ട, ആരും അനുഭവം പറയണ്ട. അയാൾ സ്വന്തം അനുഭവം പറയുന്നു. 41 ദിവസം ഞാൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തപ്പോൾ എന്റെ നടുവേദന മാറി. അതാണ് വലു അന്ന ഖുർആനൻ സുയ്യിറത്തിൽ ബിഹിൽ ജിബാൽ. പരിശുദ്ധ ഖുർആൻ ഒരുപക്ഷേ മല അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു എന്ന് വരാം. ولو أن قرآنا سيرت به الجبال أو قطعت به الأرض. ഭൂമി പിളർന്നു എന്ന് വരാം, ഭൂമി കഷ്ണം കഷ്ണങ്ങളാക്കി എന്ന് വരാം. أو كلم به الموتى. മരണപ്പെട്ടവന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ പാരായണം ചെയ്ത് കുംബി ഇതിനില്ല എന്നൊരു പക്ഷേ ഒരു മഹാൻ പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതമെന്നോളം മരിച്ചവർ സംസാരിച്ചു എന്ന് വരാം. മരണപ്പെട്ടവന് പോയവന് ഹയാത്ത് കിട്ടി എന്ന് വരാം. കാരണം ഖുർആൻ എന്ത് സംഭവിച്ചാലും ബല്ലില്ലാഹിൽ അംറു ജമീഅ, എല്ലാം ചെയ്യുന്നവൻ അല്ലാഹുവാണ്. ഖുർആൻ സ്വന്തം ചെയ്യുന്നു എന്ന വിശ്വാസം നമുക്കില്ല. ഒരു വലിയ സ്വന്തം ചെയ്യുന്നു എന്ന വിശ്വാസം നമുക്കില്ല.